അയിരൂർപാടം കളിസ്ഥല വികസന പദ്ധതിക്ക് എൻഒസി നൽകാത്തതിലും കുടിവെള്ള പദ്ധതി ഫണ്ട് വകമാറ്റിയതിലും പ്രതിഷേധം. പിണ്ടിമന പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ പാർട്ടി നേതാവ് എസ്.എം. അലിയാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പിണ്ടിമന പഞ്ചായത്ത് 7, 8, 9, 10, 11 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ പഞ്ചായത്തിന്റെ ഏക കളിസ്ഥലമാണ് അയിരൂർപാടം ഫുട്ബോൾ മൈതാനം. കളിസ്ഥലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപയുടെ പദ്ധതിക്കും ഓപ്പൺ ജിം പദ്ധതിക്കും എൻഒസി നൽകാതെ തടസ്സം സൃഷ്ടിച്ച് ഈ മാസം 31-ന് പദ്ധതി പൂർത്തിയാക്കാതിരിക്കാൻ ഭരണസമിതി രാഷ്ട്രീയ പ്രേരിത കള്ളക്കളി നടത്തുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കളിസ്ഥല വികസനത്തിന് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് നാളിതുവരെ 1 രൂപയുടെ ഫണ്ടും വകയിരുത്തിയിട്ടില്ല. രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശത്തെ 70-ൽ പരം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ അമ്മച്ചിനഗർ കുടിവെള്ള പദ്ധതിയുടെ കിണർ വിപുലീകരണം, മോട്ടോർ പുര പുനർനിർമ്മാണം, മലിനജലം ഒഴുകുന്ന തോടിന് കോൺക്രീറ്റ് ബണ്ടും റോഡും നിർമ്മിക്കാൻ 15 ലക്ഷം രൂപ ആവശ്യമാണ്. കഴിഞ്ഞ 5 പദ്ധതിക്കാലത്തിലും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വകയിരുത്തിയത് നാമമാത്രമായ 3.25 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയത്. അതും വകമാറ്റി പദ്ധതി അട്ടിമറിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഭൂതത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ ശുചീകരണത്തിന് സ്വീപ്പിംഗ് ചാർജ് പോലും നിഷേധിച്ചു. ഈ 3 വിഷയത്തിലും കമ്മിറ്റി തീരുമാനം പുനഃപരിശോധിച്ച് വികസനത്തിന് അനുകൂല തീരുമാനമെടുത്ത് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അലിയാർ മാഷ് അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് S.M. അലിയാർ മാഷ്, അംഗങ്ങളായ സിജി ആന്റണി, ലാലി ജോയി എന്നിവർ കമ്മിറ്റി ബഹിഷ്കരിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സ്വന്തം പഞ്ചായത്തിന് അനുവദിച്ച പദ്ധതി അട്ടിമറിക്കുന്ന ഭരണസമിതിയുടെ രാഷ്ട്രീയ പ്രേരിത തീരുമാനം തിരുത്തും വരെ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടി നേതാവ് S.M. അലിയാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.